How easy to crack an cabin crew interview? Cabin crew interview മെയിനായിട്ട് ക്രാക്ക് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് എ വെരി ഗുഡ് ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്. മെയിനായിട്ട് ഞാൻ പറയുന്നത് ഒരു 80% നല്ലൊരു ഗ്രൂമിങ് സ്റ്റാൻഡേർഡ് വേണം. പ്ലസ് ലാംഗ്വേജിനേക്കാൾ കൂടുതൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക്. So what will be your advice? കുറേ aspirants ഉണ്ട്, കുറേ ഏവിയേഷൻ ക്യാബിൻ ക്രൂ എല്ലാവരും ഉണ്ട്. So what will be your advice to them? ഏവിയേഷൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് നമുക്കൊരു ജോബ് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലിമിറ്റഡ് ഏജിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കുറഞ്ഞൊരു വിദ്യാഭ്യാസത്തിൽ നമുക്ക് നല്ലൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി നമുക്ക് ഏവിയേഷൻ തന്നെ ചൂസ് ചെയ്യാം. ഒരു 50 കൊല്ലത്തേക്ക് ഏവിയേഷൻ ഫീൽഡിലേക്ക് ജോബ് റിക്വയർമെന്റ്സ് കുറയുമെന്ന് ചോദിച്ചു ഡെഫിനറ്റ്ലി നോ. കാരണം അത്രയേറെ എയർലൈൻസസ് ഉണ്ട്, അത്രയേറെ ഫ്ലൈറ്റ്സ് നമുക്കുണ്ട്. പിന്നെ ജോലി സാധ്യത ഇത്രയും കൂടുതലുള്ള വേറൊരു ഫീൽഡ് വേറില്ല. പിന്നെ പോരാത്തിന് നമുക്ക് റെഗുലർ ഇപ്പോൾ ഒരു ബിടെക് ആയാലും ഡോക്ടറായാലും എന്തായാലും കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നമുക്ക് 3 years നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നത്. ഇത് നമുക്ക് 6 months പഠിക്കാം, 3 months പഠിക്കാം, 1 year പഠിക്കാം. പഠിച്ചിറങ്ങിയ ഉടനെ നമുക്ക് ജോലിയിലേക്ക് കയറാൻ പറ്റും. പിന്നെ ഏവിയേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ സിംപ്ലി നമ്മളൊരു കസ്റ്റമർ സർവീസ് ഏജന്റോ റാം ഹാൻഡലറോ ക്രൂ അല്ല. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊരു മെഡിക്കൽ ഫെസിലിറ്റീസ് ചെയ്യാൻ അറിയാൻ പറ്റും, എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ പറയില്ലേ സകലകല വല്ലഭനാവാൻ പറ്റും, നല്ലൊരു മൾട്ടി ടാസ്കർ ആവാം. തീർച്ചയായിട്ടും പറ്റും. ഏത് സിറ്റുവേഷൻസിലും നമുക്ക് സർവൈവ് ചെയ്ത്. പിന്നെ നല്ല സാലറി പാക്കേജും കിട്ടും.